സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരവ് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കരുത്തിയാട്ട്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയാകുന്ന സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റൂയി അവറുകൾക്കായി സ്തോത്രം. സദസ്സിലായിരിക്കുന്ന എല്ലാ ബഹുമാനീയരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവസഭ അനുഗ്രഹീതരായ കൊയർ ടീം, വളരെ മനോഹരമായി ഈ ക്രമീകരണങ്ങൾ ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ മീഡിയ ടീം, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്ക് എല്ലാവർക്കും വേഗവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ സന്ധ്യാസമയം അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഈ ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന സഭാരാധനയിൽ ഉൾപ്പെടെ ഈ 6ാമത്തെ സെഷനിലും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ശുശ്രൂഷകളിലെ ഏറ്റവും നല്ലൊരു നാഴികക്കല്ലായി ഈ ദിവസത്തെ ഞാൻ കാണുകയും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകളിലേക്ക് ഈ 3 ദിവസത്തെ ശുശ്രൂഷകൾക്കായി എനിക്ക് അവസരമൊരുക്കുകയും എല്ലാവിധമായ സഹകരണങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി തന്ന ഈ ദൈവസഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകൻ പാസ്റ്റർ വിൽസൺ ജോസഫ് അവരുകളോട്, പ്രിയ പാസ്റ്ററുകളോടുള്ള ഹൃദ്യമായ നന്ദിയും ദൈവസഭയോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ശുശ്രൂഷിക്കുന്ന ട്രിവാൻഡ്രത്തുള്ള പാളയം PMG സഭയുടെ നമ്പർ 2 ശുശ്രൂഷകനാണ്, അസോസിയേറ്റ് പാസ്റ്ററാണ്. നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത്, എനിക്ക് ദൈവം ദാനമായി നൽകിയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത്, അനുഗ്രഹീതരായ 7.5 വയസ്സുള്ള മോനെ ഓർത്ത്, 2.5 വയസ്സുള്ള മോളെ ഓർത്ത്, ആ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കേണ്ടതിന്, ഈ വസ്ത്രത്തിൽ കറവറ്റാതെ അന്ത്യം വരെ നിൽക്കേണ്ടതിന് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളെ ചോദിച്ചുകൊണ്ട് എനിക്ക് ലഭ്യമായ സമയത്തിനകത്ത് ഒരു ദൈവിക ചിന്ത നിങ്ങളോട് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിപ്പാൻ ഈ സന്ധ്യാസമയത്ത് ഞാൻ ആത്മാവിശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ മീഡിയ ടീം, യു മേ പ്ലീസ് ഗിവ് മീ സം മോർ ഫീഡ്ബാക്ക്. താങ്ക് യു. അലിസ്തോത്രം, ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. അലിസ്തോത്രം, ദൈവം നിങ്ങളെ എല്ലാവരെയും തന്നെയുമായി ഈ സന്ധ്യാസമയം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് ലഭ്യമായൊരു സമയമുണ്ട്. ആ സമയത്ത് എല്ലാ ശുശ്രൂഷകൾക്കും അതിൻ്റെതായ മാന്യതകളുള്ളത് കൊണ്ട് ആ സമയത്തോടൊരു മാന്യത പുലർത്തേണ്ട നിസ്തുല്യമായ കടപ്പാട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് വാക്കുകൾക്ക് കൃത്യസമയത്ത് ഞാൻ അടിവരയും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ആത്മാവിൽ ദൈവസ്നേഹത്തിൽ അർപ്പിക്കുകയാണ്. ദയവായി ഒരു തുടർന്ന് നടക്കുന്ന അല്പസമയത്തെ ദൈവജന ചിന്തക്കതരമായി നിങ്ങളുടെ ശ്രദ്ധയെ ഒരു വേദപുസ്തക ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 17. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. മത്തായി സുവിശേഷം 3-ാം അധ്യായം, പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. മതി. സ്തോത്രം. ഒരു നിമിഷം മാത്രം കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? ജീസസ്നായി എല്ലാ പ്രിയപ്പെട്ടവർ കണ്ണുകൾ ദൈവം ശ്രദ്ധിച്ച്. All kids, you may please close your eyes and pray to God. Jesus name, Jesus name, Jesus name. Hallelujah. ചില സെക്കൻഡുകൾ മാത്രം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ അധരങ്ങൾ ചലിപ്പിച്ച് ദൈവസന്നിധി സ്തോത്രം ചെയ്യട്ടെ. ഈ ഒരു കൂട്ടം ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നമുക്ക് ആവശ്യമായത് പെയ്യിക്കാൻ മതിയായ ഒരു ദൈവിക കരമുണ്ട്. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും അധരങ്ങൾ ചലിപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വാകൾ തുറന്ന് പ്രാർത്ഥിക്കാൻ കൃപ പ്രാപിച്ച ദൈവജനം ചില നിമിഷങ്ങൾ മാത്രം ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ശുദ്ധരമന ഹടകജൽ ഖനാദി അർത്ഥരച്ചസിയംദൽ ഖനാദി ഗാരഘടകജനയ അർത്ഥരാജകൽ ഖനാ സംധരാധിനിയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ.
ഉറബക്ഷസിയം ദൽഖനാധിപതി ഘടകജന ഘടകതലയാന അർത്ഥൽക്കമാന ഘടകസിയം ദൽഖനാധികര ഘടകജഗസി. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുന്നു. ഇന്ന് ഈ വൈകിയ സമയം ഞങ്ങളോട് വചനത്തിലൂടെ ഇടപെടണം. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണം. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് നീ ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ ഈ സമയം പ്രകാശിപ്പിക്കണം. തുടർന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ് ഇതിനകത്ത് ഒരു ആത്മമാരി ഇന്ന് ഈ സന്ധ്യാസമയം പെയ്തിറങ്ങട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അർത്ഥമാന ഗച്ഛസി അംദൽഖനാദിയാന. കർത്താവ് ഇതിനകത്ത് മാത്രമല്ല, ഈ വെച്ചൽ പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ടൈംസ് ആണുകളിൽ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ പോലും ആ ദൈവിക ചലനം ഈ സമയം അയക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശാരാബാഥാനായ ആത്മാവത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, ആമേൻ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റിയാട്ട്. ഒരു പ്രാവശ്യം കൂടി ഹല്ലേലൂയ. നാം ആരാണ് എന്ന് പറയേണ്ടത് ഒരു മനുഷ്യനല്ല. ഞാൻ ആരാണ് എന്ന് പറയേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ ആരാണ് എന്ന് പറയേണ്ടത് സ്തോത്ര ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ആരുമല്ല. നിങ്ങൾ ആരാണെന്ന് പറയേണ്ടത് ഉയരത്തിലെ അപ്പനാണ്. അങ്ങനെയാണെങ്കിൽ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് ആരാണെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി പറഞ്ഞൊരു വേദഭാഗമാണ് ഇന്ന് പകൽ നാം ചിന്തയ്ക്കായി എടുത്തത്. യേശു കർത്താവിനെ കുറിച്ച് വിഭിന്നമായ അഭിപ്രായ വ്യത്യാസങ്ങൾ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. ഒത്തിരി ഡിഫറൻസ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒത്തിരി വിഭിന്നമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. 1-2 വേദഭാഗങ്ങൾ ദയവായി ഒന്ന് വായിച്ച് സഹായിക്കണം. ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. 1-2 അഭിപ്രായ വ്യത്യാസങ്ങൾ നാം ഒന്ന് ചിന്തിക്കാൻ പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അവിടെ പറയുന്നു സ്തോത്രം, ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 3:23. യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. സ്തോത്രം. അടുത്ത വാക്യം കൂടി. യോസഫ് ഹേലിയുടെ മകൻ. മതി. സ്തോത്ര. അവിടെ പറയുന്നു ആ വംശാവലി പട്ടികയിലും പറഞ്ഞിരിക്കുന്നത്, ആ വംശാവലി പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇവൻ യോസഫിന്റെ മകനാണ്. ഇച്ചിരൂടെ അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ കൂടെ ഒന്ന് വായിക്കണം. മാർക്ക് ചാപ്റ്റർ 6:1-6. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃഗൃഹത്തിൽ ചെന്നു. അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീരപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, ജോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അവിടെ പറയുന്നു, എന്നെ ശ്രദ്ധിക്കണേ, ഇവൻ മറിയയുടെ മകനല്ലയോ? യാക്കോബ്, യോസെ, യൂദ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? നാം യേശു കർത്താവിനെ കുറിച്ചുള്ള സ്തോത്രം വിഭിന്നമായ അഭിപ്രായങ്ങളാണ് ഒരല്പസമയം ചിന്തിക്കാൻ പോകുന്നത്. യേശു കർത്താവ് ആരാണെന്ന് വിളിച്ചു പറഞ്ഞ ചിന്തയാണ് ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കണേ. ഇനി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 55-ാമത്തെ വാക്യം കൂടി വായിക്കണം. മാത്യു ചാപ്റ്റർ 13:55. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? മതി. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ശ്രദ്ധിക്കണം. ഇങ്ങനെ വിഭിന്നമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് യേശു കർത്താവിൻ്റെ ഐഡന്റിറ്റിയെ അവിടെ ചോദ്യം ചെയ്യുകയാ. ഒരിടത്ത് പറയുന്നു ഇവൻ യോസഫിന്റെ മകനാണ്, മറ്റൊരിടത്ത് പറയുന്നു ഇവൻ തച്ചന്റെ മകനാണ്, മറ്റൊരിടത്ത് പറയുന്നു ഇവൻ മറിയയുടെ മകനാണ്, മറ്റൊരിടത്ത് പറയുന്നു ഇവൻ യാക്കോബ്, യോസേ, യൂദ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ. സ്തോത്രം, ഹല്ലേലൂയ. വിഭിന്നങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ആ ചിന്തകളിൽ ഏറ്റവും ഗുരുതരമായ ഒരാരോപണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ അന്നത്തെ തലമുറകളെ അറിയപ്പെടേണ്ടിയിരുന്നത് അമ്മയുടെ പേരിലല്ല. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, സ്തോത്രം. വചനം മനസ്സിലാകുന്നവർ മാത്രം ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഇതിനകത്തൂടെ ഒരു ദൈവിക ദൂത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ കടിവരയിടും. ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, എന്താണെന്നറിയാമോ? അന്നത്തെ കാലത്ത് തലമുറകൾക്ക് പേരിടുന്നത് സ്തോത്രം അമ്മയുടെ പേരിലല്ല. അമ്മയുടെ പേരിലല്ല തലമുറ അറിയപ്പെടുന്നത്. തലമുറ അറിയപ്പെട്ടിരുന്നത് സ്തോത്രം, ഹല്ലേലൂയ, ആരുടെ പേരില? അപ്പന്റെ പേരില. സ്തോത്രം. എന്നാൽ യേശു കർത്താവിനെ അറിയപ്പെട്ടത് ഇവൻ സ്തോത്രം യോസഫിന്റെ മകൻ എന്ന് മാത്രമല്ല, അവനെ കുറിച്ച് പറയുന്നു ഇവൻ മറിയയുടെ മകൻ എന്നും കൂടെ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ അറിയപ്പെടേണ്ടിയിരുന്നത് ബെൻ മറിയം എന്നല്ല. യേശു കർത്താവിനെ അറിയപ്പെടേണ്ടിയിരുന്നത് ബെൻ യൂസഫ് എന്നറിയപ്പെടേണ്ടിയിരുന്നത്. യേശു കർത്താവിനെ അറിയപ്പെടേണ്ടിയിരുന്നത് മറിയയുടെ മകനെന്നല്ല. യേശു കർത്താവിനെ അറിയപ്പെടേണ്ടിയിരുന്നത് യോസഫിന്റെ മകനെന്ന. സ്തോത്രം, സ്തോത്രം. വചനം മനസ്സിലാക്കുന്നവർ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. എന്നാൽ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, അവിടെ സംഭവിച്ച കാര്യം ശ്രദ്ധിക്കണം. അതിനൊരു കാരണമുണ്ട്. സ്തോത്രം, യോസഫ് വിവാഹം കഴിക്കുന്നതിന് മുൻപ് സ്തോത്രങ്ങളെ മറിയ ഗർഭവതിയായതുകൊണ്ടാണ് ഇവൻ മകനെന്ന് അറിയപ്പെടാൻ കാരണം. ജീസസ് നൈം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. ഇവൻ മറിയയുടെ മകനെന്ന് അറിയപ്പെടാൻ കാരണം അതാണ് റീസൺ. എന്നാൽ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ആ തലമുറയെ അങ്ങനെ പറഞ്ഞ് ഒതുക്കി ലോകത്തിന്റെ മൂലക്കകത്തേക്ക് അപമാനിതനായി ലോകത്തിന്റെ മൂലയിൽ വലിച്ചൊതുക്കാമെന്ന് അന്നത്തെ യഹൂദന്മാരുടെ ഇടയിൽ വിഭിന്നമായ ചിന്താഗതികൾ ഉണ്ടായപ്പോൾ സ്വർഗമടങ്ങിയിരുന്നില്ല. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? സ്വർഗമടങ്ങിയിരുന്നില്ല, സ്വർഗമടങ്ങിയിരുന്നില്ല. സ്വർഗം ചെയ്തെന്നറിയാമോ? സ്തോത്രം, യോഹന്നാനുള്ള യോർദാനിലെ സ്നാനം കഴിഞ്ഞ് അവൻ ഉയർന്നു വരുമ്പോൾ സ്വർഗം അവിടെ കൂടി നിന്നവർ, യോർദാന്റെ കരയിൽ കൂടി നിന്നവർ ചുറ്റും നിൽക്കെ വിളിച്ചു പറഞ്ഞ പദമെന്നറിയാമോ? ഇവൻ മറിയയുടെ മകനെന്നല്ല, ഇവൻ യോസഫന്റെ മകനെന്നല്ല, ബെൻ മറിയമെന്നോ ബെൻ യൂസഫ് എന്നല്ല. അവനെ കുറിച്ച് പറയുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽ സ്വർഗം നമ്മെ കുറിച്ച് പറയട്ടെ, ഞാൻ നിന്റെ പുത്രനാണ്. മനസ്സിലാകുന്നവർ മാത്രം കരചേർത്തടിച്ച് അന്യഭാഷകൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ സ്വർഗം എന്നെ കുറിച്ച് പറയണം, നിങ്ങളെ കുറിച്ച് പറയണം. ഞാൻ ആരാണെന്ന്, എൻ്റെ കുടുംബം ആരെന്ന്, എൻ്റെ തലമുറ ആരെന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരാരെന്ന്. ജഗൽക്കനാദിയാന മനസ്സിലാകുന്നവർ മാത്രം അത്തരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നിന്നെ കുറിച്ച് പറയുന്നത് ഈ ലോകത്തിലെ ആരുമല്ല, ഈ ലോകത്തിലെ മറ്റാരുമല്ല, ഈ ദുരിതത്തിലെ അപ്പൻ നിന്നെ കുറിച്ച് പറയട്ടെ. ഇന്ന് പകൽ തിരിച്ചറിയണം കേട്ടോ. ഒരു പട്ടണത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതൽ മനസ്സിലാക്കണം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ വിഷയമല്ലെങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. 87-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിനകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, ആ പട്ടണം യെരൂശലേം പട്ടണം സ്ഥാപിച്ചത് ഒരു മനുഷ്യനല്ല. സർവ്വസാധാരണ പട്ടണങ്ങൾ സ്ഥാപിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, ചക്രവർത്തിമാരോ ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന രാജാക്കന്മാരുമാണ്. പക്ഷേ ജീസസ് നൈം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ശ്രദ്ധിക്കണം. സ്തോത്രം, സ്തോത്രം. അമ്മ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? അവിടെ കാണുന്നത് ആ പട്ടണം സ്ഥാപിച്ചത് ഒരു മനുഷ്യനല്ല, ആ പട്ടണം സ്ഥാപിച്ചത് ഉയരത്തിലെ അപ്പനാണ്.
ആ പട്ടണം സ്ഥാപിച്ചത് ദൈവമാണ്. രണ്ടാം പട്ടണത്തെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിച്ചൊരു പട്ടണമായ യെരൂശലേം. ആ സങ്കീർത്തനം നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. അല്ല, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പട്ടണമാണ് അലിശുത്രം യെരൂശലേം. മൂന്നാമത് ആ പട്ടണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ചിന്ത, എൻ്റെ അലിശുത്ര വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. കർത്താവിൻ്റെ മേശയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാനുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു സഭയുടെ ഒരു പാസ്റ്ററായതുകൊണ്ട് സമയം കൃത്യസമയത്ത് പാലിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, മറ്റൊന്നുമല്ല, അവിടെ സംഭവിച്ച കാര്യം കേൾക്കണോ? ആ പട്ടണത്തെ കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അല്ലെ, ആ പട്ടണം സ്ഥാപിച്ചത് ഉയരത്തിലെ അപ്പനാണ്. രണ്ടാം പട്ടണത്തെ ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിച്ച പട്ടണമാണ്. മൂന്നാമത്തെ കാര്യം, ആ പട്ടണത്തെ കുറിച്ച് ഒത്തിരി മഹത്വമുള്ള കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തെങ്കിൽ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാം, അലിശുത്ര ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അലിശുത്ര കനാൻ നാടിന്റെ തലസ്ഥാന നഗരിയായ യെരൂശലേമിനെ കുറിച്ച് സ്വർഗത്തിന് ഇത്രമാത്രം മകൾ പദ്ധതി ഉണ്ടെങ്കിൽ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ മകൾ പദ്ധതികൾ തിരിച്ചറിയുന്ന ദൈവജനം കരം ചേർത്തടിച്ച് ഒരല്പസമയം ദൈവത്തോട് സ്തുതിക്കട്ടെ. ദൈവജനം ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ? നിന്നെ കുറിച്ച് ചിലർ പറയുന്ന നീ മൈൻഡ് ചെയ്യണ്ട. ആ റകൽക്കന നിന്നെ അറിയുന്ന ഒരു ദൈവം, നിന്നെ കാണുന്ന ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. അതരം ചലിപ്പിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ചില നിമിഷങ്ങളൊന്ന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ ചിലതിനെ അറിയുന്ന ദൈവം, ചിലരെ കാണുന്ന ദൈവം. അന്തരാജകൽക്കന ശതരാദിയാന അർത്തുരാജകൽക്കനാദിയാന അർത്തരപ്രവചസി അന്തൽക്കനാദിയാന. ഇന്ന് പകൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ പറയാമോ? എൻ്റെ തലമുറയെ കുറിച്ച്, എൻ്റെ കുടുംബത്തെ കുറിച്ച്, എന്നെ കുറിച്ച് അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കരത്തിൽ എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ സുരക്ഷിതമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരം ചേർത്തടിച്ച് അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. വചനം മനസ്സിലാക്കുന്നവർ, പ്രിയപ്പെട്ടവർ, ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഇടപെടുകയാ, പ്രവചനാത്മാവിൽ ഇടപെടുകയാ. ചിലർ നോക്കി നിൽക്ക്, ചിലർ കാണുക. നിന്നെ കുറിച്ച് സ്വർഗം ചേർന്ന് വിളിച്ചു പറയുന്ന ഒരു പകലോ റഗതിയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ആഴ്ചകളാണ്. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ചില കൂടാരങ്ങൾക്കകത്ത് ആഴത്തിൽ വെളിപ്പെടട്ടെ. ചില തലമുറകളുടെ മേൽ, ചില പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അർത്തരാജകൽക്കനാദിയാന അന്തരാജകൽക്കനാദിയാന അർത്തരാജകൽക്കനാദിയാന അന്തരാജപപ്രവചസിയാന അന്തൽഖമാനഘടകസിയാന. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു കൊടുക്കട്ടെ. ഇതിനകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാ. ചിലതിന്റെ അഡ്രസ്സുകളെ ചേഞ്ച് ചെയ്യുന്ന, ചിലതിന്റെ ഐഡന്റിറ്റികളെ ചേഞ്ച് ചെയ്യുന്ന, ചിലതിന്റെ പൊസിഷനുകളെ യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. നിന്റെ ഐഡന്റിറ്റിയെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ദൈവാത്മ പ്രവചനാത്മാവിശ്വരോട് ദൂത് കൈമാറുന്നു. ഒരുപക്ഷേ നിന്റെ കോടാലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ബദല് ദുഷ്ടനും നീതിമാനും തമ്മിലും, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണുമെന്നുള്ള വചനം നിന്റെ മേൽ വെളിപ്പെടുത്തി നിന്റെ ഐഡന്റിറ്റിയെ പുറത്തു കൊണ്ടുവരാ.
വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യട്ടെ. ഓ, യുദ്ധങ്ങൾ വരാ, ക്ഷാമങ്ങൾ വരാ, പ്രതിസന്ധികൾ വരാ. നിന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അവൻ നിന്നെ ലിഫ്റ്റ് ചെയ്യും. അവൻ നിനക്ക് ചില പോസ്റ്റുകൾ ഒരുക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യ. ഈ പല ചില ചലനങ്ങൾ അയക്കുകയാ, ചില ചലനങ്ങൾ അയക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓ ജീസസ് നൈം. എന്നോട് പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന്, ഇതൊരു സഭാരാധനയായതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ ദൂത് കൈമാറുന്നില്ല. പക്ഷെ ഇന്ന് പകൽ എന്നോട് ചില പ്രിയപ്പെട്ടവരോട് പ്രവചനാത്മാവിൽ ഒരു ദൂത് കൈമാറാൻ ദൈവാത്മാവ് ഇടപെടുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. ഒരുപക്ഷെ കയ്യിലുള്ള കോടാലി, മരം മുറിക്കേണ്ട കോടാലി തെറിച്ചു പോകാൻ സാധ്യതകൾ ഉണ്ടായേക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഉയർത്താൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകൽ വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ശക്തമായി ദൈവസഭയോട് ഇടപെടുകയാ. ഇതിന്റെ നടുവിൽ ചിലതിന് വേണ്ടി പ്രൊമോഷൻസ് ആത്മാവ് ഒരുക്കാൻ പോകുകയാ. നടക്കത്തില്ല, സാധ്യതയില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, വിളിച്ചു തരുന്നത് പോലെ ദൈവിക ചലനം ഇതിനകത്ത് ആത്മാവ് അയക്കുകയാ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ഐഡന്റിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യപ്പെടണം. ഞാൻ ആരാണെന്ന് ചിലരൊന്ന് അറിയണം. ഇന്ന് പകൽ കൊതിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചിലതിനകത്ത് നിനക്ക് ഇടപെടാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ദൈവസഭയോട് പറയുന്നു, ഒരു പത്രോസിന് വേണ്ടി ദൂതൻ ഇറങ്ങിയതുപോലെ ചിലതിനു വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. അർത്ഥമാരകടകസിഹം തരാതി. ചില കോടാലികൾ നിന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയി. ഇനി തിരികെ നിനക്ക് പിടിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഈ സഭാരാധനയുടെ നടുവിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന നിമിഷം, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൈവവചനമാകുന്ന ഒരു കൊമ്പ് ആ വിഷയത്തിന്റെ മേൽ വലിച്ചെറിയുകയാ. ആ വെള്ളത്തിനകത്ത് നിന്ന് പുറത്തു വരികയില്ലെന്നുള്ള അതിനെ, അതൽക്കര ഭാരമുള്ളതിനെ, ചെളിക്കകത്ത് താണുപോയതിനെ ഇന്ന് മകൾ വലിച്ചു കയറ്റുന്ന ഒരു ദൈവശക്തി ഇന്ന് മകൾ ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നുള്ളൂ പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്ന് മകൾ അതൊന്ന് ചലിക്കപ്പെടട്ടെ. ആ മേഖലയിൽ ഒരു വിടുതൽ നടക്കട്ടെ. ഇന്ന് പകൽ അങ്ങനെ ഒരു വിടുതൽ ആവശ്യമുള്ളവർ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ച്, ആര് കണ്ണ് ആര് കൈ ഉയർത്തുന്നൊന്നും നിന്റെ വിഷയമല്ല. നിന്റെ ജീവിതത്തിൽ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടണമെന്ന് പാസ്റ്റർ ജോബി ജോസഫ് ഇവിടെ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല, ഈ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടേണ്ടതിന്. അങ്ങനെ കൊതിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യേ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ മഹത്വരമായ ചില പദ്ധതികൾ, ചില ഗ്ലോറിയസ് തിങ്സ് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള, നിന്റെ തലമുറയെ കുറിച്ചുള്ള ചില ഗ്ലോറിയസ് തിങ്സ്, ആ മഹത്വകരമായ ചില പദ്ധതികൾ, ചില തിരശീലകൾ മാറി പുറത്തു വരുന്നത് നിന്റെ കണ്ണ് കൊണ്ട് കാണാൻ പോകുകയാ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി ഈ ജനത്തിന് മേൽ ഇറങ്ങി വരട്ടെ. ഇവർ ഈ ഹോൾ വിട്ട് പുറത്തിറങ്ങുമ്പോൾ മുതൽ
ഒരു ദൈവികമായ സാന്നിധ്യം ഇവരുടെ ചില വിഷയങ്ങൾക്കകത്ത് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ തൊടട്ടെ. പരിശുദ്ധാത്മാവിന്റെ വിഷയത്തെ തലോടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരാരെന്ന് ചിലർ അറിയട്ടെ. ഇവൻ യഥാർത്ഥ ഇസ്രായേലിയനെന്ന് അവർ വിളിച്ചു പറഞ്ഞതുപോലെ ഇവൻ യഥാർത്ഥ ദൈവ മനുഷ്യനെന്ന് പറയാൻ, അവനൊരു പ്രാർത്ഥിക്കുന്നവനെന്ന് പറയാൻ, അവനൊരു പ്രാർത്ഥിക്കുന്നവളെന്ന് പറയാൻ, ഈ തലമുറ പ്രാർത്ഥിക്കുന്ന തലമുറ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന തലമുറ എന്ന് പറയാൻ, ഈ കരമുയർത്തിപ്പിടിച്ച പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ സഭയെ ഒരുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഈ ജനത്തെ ഇന്ന് പകൽ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്, അനുഗ്രഹ വിഷയമാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ഒരിക്കൽ കൂടി അവസരമൊരുക്കി തന്ന കർത്താവിന്റെ ദാസനോട്, കുടുംബത്തോട്, പ്രിയ റൂയി പാസ്റ്ററോട്, കുടുംബത്തോട്, ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ശബ്ദം വളരെ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, വിശേഷിച്ച് ഞാൻ നിങ്ങളോട് പറയാം, ഒത്തിരി പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് വ്യക്തിപരമായി ഇടപെട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. പ്രവചനം പറയുക എന്നുള്ളത് പ്രവാചകന്റെ ഡ്യൂട്ടിയാണ്. പ്രാർത്ഥിച്ച് അത് പ്രാപിക്കുക എന്നുള്ളത് കേട്ടവരുടെ ഡ്യൂട്ടിയാണ്. ഓസ്ട്രേലിയയിൽ അയക്കാമെന്ന് കേട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ അവസാനം പറഞ്ഞ ചില ക്ലോസസ് ഉണ്ട്. അത് നിങ്ങൾ പാലിക്കുമെങ്കിൽ ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് തലമുറകളുടെ മേൽ പകരാൻ, വെളിപ്പെടുത്താൻ അവൻ വിശ്വസ്തൻ. അന്യോന്യം ഞാൻ വിശേഷിച്ച് ഓർപ്പിക്കുന്നു, എല്ലാ തിങ്കളാഴ്ചകളിലും ഞാൻ കടന്നുപോയി ശുശ്രൂഷിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള എല്ലാ സഭകളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നടന്ന 2 ദിവസത്തെ എനിക്ക് തോന്നുന്നു 7 days ഫാസ്റ്റിംഗ് പ്രയറിൽ 4 സെക്ഷനുകളിൽ പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെയും നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെയും എല്ലാ തിങ്കളാഴ്ചകളും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് വാക്ക് തരുന്നു. ഓർക്കുമ്പോൾ പിന്നെയും നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. മേ ഗാഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. മറാനാഥ. ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.